എല്ലാവർക്കും നമസ്കാരം. പള്ളിക്കൂടത്തിൽ കൂടുകൂട്ടി പക്ഷികളെ പഠിപ്പിച്ച് വലുതാക്കി പറപ്പിച്ച ബുൾബുൾ പക്ഷികളുടെ ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ. നമസ്കാരം. ഈ കാണുന്നത് ഒരു ബുൾബുൾ ചേട്ടനും ചേച്ചിയുമാണ്. അങ്ങനെ അവർ ഒരു വീട് പണിയാൻ തീരുമാനിച്ചു. നല്ലൊരു ഇടം തേടി അവർ യാത്രയലഞ്ഞു. അങ്ങനെയാണ് അവർ ഇരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്നത്. സൗഹൃദ ക്ലബിനോട് ചേർന്ന് സൗഹൃദത്തിലിരുന്നപ്പോൾ അവിടെ മനോഹരമായൊരു പൂച്ചട്ടി അവർ കണ്ടുപിടിച്ചു. തുടർന്ന് പരസ്പരം ആലോചിച്ച് മനോഹരമായൊരു കൂട് കൂട്ടാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്കകം അതിസുന്ദരമായ ഒരു കൂടുകൾ നാരുകൾ, പപ്പുകൾ, തൂവലുകളും ചേർത്ത് കൂടുണ്ടാക്കി. പിന്നെ മുട്ടയിടാനൊരു കാത്തിരിപ്പായിരുന്നു. വളരെ ശ്രദ്ധയോടുകൂടി മുട്ടയിട്ടു. അവരുടെ ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞത് 2 മുട്ടകൾ. തുടർന്ന് അടയിരിക്കാനുള്ള ആലോചനയായി. 2 മുട്ടകളിലും മാറി ചേർത്ത് ചൂട് കൊടുത്ത് അമ്മക്കിളി മുട്ടയ്ക്ക് അടയിരിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് പറന്നു പോകും, തിരിച്ചു വരും. വീണ്ടും പ്രതീക്ഷയുടെ കാത്തിരിപ്പുകൾ. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചുള്ള നോട്ടം. അങ്ങനെ അവിടെ ദാമ്പത്യ വെള്ളരി, വല്ലരിയിൽ 2 കിളിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വന്നു. ചിക്കുവും മിക്കുവും. പിന്നീട് തീറ്റ തേടിയുള്ള യാത്രയാണ്. അമ്മക്കിളി ഓടുന്നു, അപ്പൻ കിളി തീറ്റ കൊണ്ടുതരുന്നു. ഇങ്ങനെ അവർ അപ്പനും അമ്മയും ഒരുമിച്ച് ചേർന്ന് തങ്ങളുടെ കൊച്ചു കിളിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ട തീറ്റ, അയ്യോ അമ്മേ വലുതും തരണേ എന്നുള്ള രീതിയിൽ 2 കിളിക്കുഞ്ഞുങ്ങളും ആഹാരം തേടിയപ്പോൾ ഭയങ്കര പക്ഷിക്ഷാമം. ടീച്ചർ എവിടുന്നോ സംഘടിപ്പിച്ച പഴം കൊണ്ടുവന്ന് കൂടിനരികിൽ വെച്ചു. കഴിക്കണോ വേണ്ടയോ ആലോചനയിലാണ്. എന്തായാലും ഒന്ന് രുചിച്ചു നോക്കുമ്പോൾ ആഹാ അടിപൊളി. അങ്ങനെ ഏത്തപ്പഴത്തിന്റെ രുചി അറിഞ്ഞ തള്ളപ്പക്ഷി അത് കഴിച്ചിരുന്നു. ടീച്ചർ വീണ്ടും കൊണ്ടുപോയി കൊടുത്തു. പക്ഷി വീണ്ടും കഴിച്ചു. പക്ഷേ പ്യുവർലി നോൺ വെജിറ്റേറിയൻ ആയിരുന്നു അവിടെ കുട്ടികൾ. അതുകൊണ്ട് പഴം അമ്മക്കിളി മാത്രമാണ് കഴിച്ചത്. പക്ഷിക്കുട്ടികൾക്ക് കൊടുത്തിരുന്നാകട്ടെ വിട്ടിലും അതുപോലുള്ള ഷഡ്പദങ്ങളുമൊക്കെ. അവർ പതുക്കെ വളർന്നു വന്നു. തൂവലുകളും പപ്പുകളും കൂടുതലായി മുളച്ചു വന്നു. ടീച്ചർ പഴം കൊടുക്കുന്നത് തുറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ തള്ളക്കിളി ഓരോ സമയവും ഏത്തപ്പഴം കഴിക്കും. എങ്കിലും ആൺകിളിക്ക് അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് മെല്ലെ മെല്ലെ തൂവലുകൾ, പൂടകൾ കൂടുതലായിട്ട് വളർന്നു വന്നു. അമ്മക്കിളിയുടെ പ്രതീക്ഷയും ടെൻഷനുമേറി അവർ പറക്കമുറ്റാറായിരിക്കുന്നു. തീറ്റ തിന്നുന്ന കുഞ്ഞുങ്ങൾ. അവരുടെ മനസ്സിലും വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. LKG പ്രായം കിടന്ന് UKG പ്രായം കിടന്ന് 1, 2, 3, 4 കിടന്ന് അവർ വളർന്നു വന്നു. പറക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു തോന്നൽ. കിളിക്കുഞ്ഞുങ്ങൾ അതിമിടുക്കന്മാരായി വളർന്നു വന്നിരിക്കുകയാണ്. അതാ ആദ്യത്തെ പറക്കൽ അപ്രതീക്ഷിതമായിരുന്നു. ചിറകടിച്ച് പഠിപ്പിച്ച് അമ്മക്കിളിയും അച്ഛൻകിളിയും ഒരുമിച്ച് നോക്കി. ഇതാ അന്ന് കണ്ട കുഞ്ഞിക്കിളി ഇതേ ഇവിടം വരെ എത്തിയിരിക്കുന്നു. തുറന്ന ആകാശം. പിന്നിൽ തന്റെ അനിയൻ. അവൻ ഇത്തിരി കുഞ്ഞനാണ്, പഠിച്ച് പ്രായമായി വരുന്നതേ ഉള്ളൂ. അമ്മക്കിളിക്കും അച്ഛൻകിളിക്കും ആകുലതകൾ തീരെ ഇല്ലാതില്ല. വീണ്ടും അവർ ഓരോരുത്തരും പോയി പറക്കമുറ്റാറായിക്കൊണ്ടിരിക്കുന്ന ഇളയ കുഞ്ഞിനെ ചിറകടിച്ച് കുലുക്കി പറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ടേയിരുന്നു. കുഞ്ഞിക്കിളിക്കും പ്രതീക്ഷയുടെ നാമ്പുകൾ മുടക്കുന്നു. അച്ഛനും അമ്മയും ഒരുമിച്ച് വന്ന് കൊച്ചുകുട്ടിയെ വീണ്ടും പഠിപ്പിക്കുകയായിരുന്നു. ആശങ്കകൾക്കൊടുവിൽ ചേട്ടൻ അനിയനെ നോക്കുന്നു, അനിയൻ ചേട്ടനെ നോക്കുന്നു. അതാ അപ്രതീക്ഷ എന്ന് പറയട്ടെ, ഇളയ കിളിയും പറന്ന് ബ്ലും താഴെ വീണിരിക്കുകയാണ്. ചേട്ടൻകിളിയും അമ്മക്കിളിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഓലഞ്ഞാലിക്കുരുവി എന്ന പാട്ട് പാടുന്നത് പോലെ. മെല്ലെ ഈ കിളി ഇരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓഫീസ് റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. കിളിക്കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായതിനാലാണ് ഹെൽമെറ്റിനോട് ചേർന്നിരുന്നു. അങ്ങനെ ആദ്യം പറന്ന കിളി സ്കൂളിനകത്ത് അച്ഛന്റെയും അമ്മയുടെയും തണലിൽ പറന്നു പഠിക്കുകയാണ്. ഹെൽമെറ്റിന് മുകളിൽ നിന്ന് ജനാലിലേക്ക് ഒരു ചാട്ടം. വീണ്ടും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ചെറുകൾ, തൂവലുകൾ ഒക്കെ കോതി ഒതുക്കിക്കൊണ്ട് ബ്യൂട്ടീഷ്യന് പഠിക്കുകയാണെന്നാണ് തോന്നുന്നത്. അമ്മയ്ക്ക് അത് സഹിക്കാനായില്ല. കുഞ്ഞിനോട് വീണ്ടും പറക്കണം, നമുക്കിവിടെ നിൽക്കേണ്ടതല്ല, ഉയരേണ്ടതാണെന്ന് ക്ലാസ് എടുത്തുകൊണ്ടേയിരുന്നു. അച്ഛൻകിളി ക്ലാസ് എടുക്കുന്നു, അമ്മക്കിളി ക്ലാസ് എടുക്കുന്നു. അങ്ങനെ അടുത്തിന്ന് ക്ലാസ് എടുക്കുന്നു. കുഞ്ഞ് വാ പിളർക്കുന്നു. വയലെന്തോ വെച്ചു കൊടുത്തു. പക്ഷേ പറക്കുന്നതിന് വേണ്ടിയുള്ള ബാലപാഠങ്ങളിലേക്ക് കുഞ്ഞ് വീണ്ടും മറന്ന് അവൻ അവിടെ ചൊറിയുന്നു, മാന്തുന്നു. ഇങ്ങനെയുള്ള പണികളൊക്കെയാണ്. അച്ഛൻകിളിയും അമ്മക്കിളിയും വേറെ ആകുലതപ്പെട്ടു. വീണ്ടും ക്ലാസ് എടുക്കുന്നു. അനിയൻ കുഞ്ഞും താഴെ പറന്നു വന്ന് എത്തിയിരിക്കുന്നു. വീണ്ടും ഫയലുകൾക്കിടയിൽ നിന്നും കുഞ്ഞിനെ പുറരോഹിപ്പിച്ച് അതാ ആദ്യത്തെ പറക്കൽ അടിപൊളി ബ്ലൂം വീണ്ടും താഴെ വീണിരിക്കുകയാണ്. അപ്പൊ വീണ്ടും പറന്നും ഒക്കെയാണ്. കുഞ്ഞിക്കിളിയുടെ അടുത്തെത്തി അമ്മ വീണ്ടും പ്രോത്സാഹിപ്പിച്ചു. അടുത്ത കിളിയും ഒപ്പം എത്തിയിരിക്കുന്നു ഫയലിന് മുകളിൽ. അപ്പോൾ പ്രിൻസിപ്പൽ ടീച്ചറിന്റെ ചെയറിന് സമീപമാണ് കിളി കുഞ്ഞുങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഉയരണം. പുറത്ത് തുറന്നു കിടക്കുന്ന അതിവിശാലമായ ലോകം. കാക്കയും കുയിലും മറ്റു പക്ഷികളും ഒക്കെ ഇവിടെയുണ്ട്. പരുന്തും എറിയനും ഒക്കെ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള യാതൊരു ചിന്തയെക്കുറിച്ചും ഭയപ്പെടുത്താതെ അച്ഛൻകിളിയും അമ്മക്കിളിയും ഇവർക്ക് വേണ്ട പരിശീലനം. പറക്കണമോ വേണ്ടയോ അങ്ങനെ ഇരിക്കവെയാണ് അച്ഛൻകിളിയും അമ്മക്കിളിയും പറന്നിരിക്കുന്ന സ്ഥലത്തേക്ക് വാതിലിനോട് ചേർന്ന് പുറം വിഹായസ് കാണുന്നിടത്തെത്തിയത്. ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം വന്ന പോലെ ഇവരുടെ ഒരാൾ വലിഞ്ഞു കയറി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസംബർ മാസത്തിൽ കൂട് കൂട്ടിയതാണ് ഈ ബുൾബുൾ പക്ഷിയും. അതോടൊപ്പം തന്നെ 2 മുട്ടയിട്ട് വിരിഞ്ഞു വന്ന 2 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്.
ഇദ്ദേഹത്തിൻ്റെ ഫാദർ ആണ് ഈ ഇരിക്കുന്നത്. അവരെ മദർ പുറത്ത് പോയിട്ടുണ്ട്. രണ്ടുപേരും ചേർന്ന് ഈ കിളിക്കുട്ടികളെ കൂട്ടിൽ നിന്ന് ഇറങ്ങിയ കിളിക്കുട്ടികളെ പറപ്പിക്കാൻ തുടങ്ങിയാണ്. കോഴിക്കുഞ്ഞിൻ്റെ വലുപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രെയിനിങ് സെഷനാണ്. ഒരു മണി പ്ലാന്റിൻ്റെ കൂട്ടിലാണ് അവർ വളർന്നു വന്നത്. ഇപ്പോൾ അവ പുറത്തേക്കുള്ള വഴിക്ക് വേണ്ടി സേഫായിട്ട് നിൽക്കുകയാണ്. നമുക്കറിയാം ഗ്ലാസ്സിൻ്റെ മറയുണ്ട്. കുറച്ചുകൂടി ചെറുത് പറന്ന് പ്രാക്ടീസ് ആയതിനു ശേഷം പറന്നു പോകും. അപ്പോൾ ഈ കിളിക്കുട്ടിക്ക് എല്ലാ ആശംസകളും നേരെയാണ്. ഈ ബുൾബുൾ പക്ഷിക്കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ കൂട് കൂട്ടുമ്പോൾ നമ്മുടെ ഇണങ്ങുന്ന നമ്മുടെ പ്രൊട്ടക്ടറാണ്. കൂട്ടിലായിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ തൊടുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. ഒരു മുതിർന്ന പറക്കുന്നവരായതുകൊണ്ടാണ് വേറെ നമ്മളുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഈ കിളികൾ ഇപ്പോൾ ഈ കൂട് കൊട്ടുന്നത്. നമ്മുടെ പ്രൊട്ടക്ടറുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ രണ്ട് കിളിക്കുഞ്ഞുങ്ങളും വളർന്ന് വലുതാകട്ടെ, പഠിച്ച് മിടുക്കന്മാരും മിടുക്കലുമായിട്ടെന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ കിളിക്കുഞ്ഞിനും ഇവരുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവിധ ആശംസകളും ഇടപെട്ട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മനോജ് നേരിടാം. ആശംസകൾ കേട്ട് കണ്ണു തള്ളിപ്പോയ കൊച്ചുകിളി ആശ്വസിപ്പിക്കാൻ കൈകൊണ്ട് ചെന്നു. പക്ഷിക്കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല. കോഴിക്കുഞ്ഞിൻ്റെ സ്വഭാവവിശേഷങ്ങളോട് കൂടിയുള്ള പക്ഷി ഈ കൈകൾ കടന്ന് ഏക ഭയപ്പെട്ടുപോയി. ആദ്യത്തെ മൂത്ത കുട്ടി സ്കൂളിൽ നിന്നും പറന്നുയർന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. ഇളയ കുട്ടിയും പറക്കാൻ തയ്യാറെടുക്കുന്നു. ഇനി ഉയരണം, പറക്കണം, ആകാശങ്ങൾ കാത്തിരിക്കുന്നു. ഏമ്പക്കം വിട്ട് കൊച്ചുകിളിയും പറക്കാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞു. പുറത്തേക്കുള്ള ലോകത്തേക്കുള്ള കാഴ്ചകൾ ഇളയ കുട്ടിയും പറന്നു. അങ്ങനെ രണ്ട് കുട്ടികളും പറന്ന് ദൂരോട്ട് പോയപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും കുട്ടികളുമെല്ലാം വിഷമചിത്തരായി.